അസാധാരണമായ കഥകളും കഥാവതരണവുമായി പുത്തൻ പാതകൾ തേടിപ്പോയ മലയാള സിനിമയിലേക്കാണ് തനി നാടൻ വേഷങ്ങളിൽ തനി നാടൻ കഥാപാത്രങ്ങളിൽ നമുക്കൊക്കെ അടുത്തറിയുന്ന പ്രിയപ്പെട്ടവനായി നിവിൻ പോളി എന്ന നായകൻ എത്തുന്നത്. ആ ഫ്രഷ്നെസ്സിൽ മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് ഒരു ഉശിരൻ താരോദയത്തിനാണ്. തിയേറ്ററുകളിൽ ടിക്കറ്റിനായി തല്ലുകൂടുന്ന ഓട്ടപ്പാച്ചിലുകളുടെ ആഘോഷക്കാലം, റോക്ക് ആൻഡ് കൂത്തിനൊപ്പം ഒരു കറുത്ത ഷർട്ടും മുണ്ടും താടിയും ക്യാമ്പസുകളിൽ തീർത്ത ആർമാദ തിമിർപ്പിന് ചെക്ക് വെക്കാൻ പാകത്തിന് വീറുള്ളതൊന്നും 10 വർഷത്തിനിപ്പുറവും മറ്റൊരു സൂപ്പർ സ്റ്റാറും സമ്മാനിച്ചിട്ടില്ല. ഞെരിപ്പും കലിപ്പും കളിച്ചിരിയും സമാസമം ചാലിച്ച് അൽഫോൻസ് ഒരുക്കിയ ജോർജിനോളം മലയാള സിനിമ ആഘോഷങ്ങളിലേക്ക് ആവാഹിച്ചിരുത്തിയ മറ്റൊരു കഥാപാത്രവും ഉണ്ടാകില്ല. പുതുതലമുറ താരങ്ങളിൽ അയാൾക്ക് മുൻപും ശേഷവും അത്രയേറെ ക്രൗഡ് പുള്ളിംഗ് പവറോടെ മാസ് എൻട്രി നേടിയ ഹീറോ മറ്റാരാണ്? മലയാള സിനിമയുടെ പ്രേമത്തിനൊരു പുത്തൻ ഭാഷ്യം നൽകിയ കാമുകൻ, കൂട്ടുകാരൻ. പല ഗണങ്ങളിലേക്ക് കളം മാറി പകർന്നാടി വെള്ളിത്തിരയിൽ നിവിൻ തീർത്ത വിസ്മയങ്ങൾക്ക് കണക്കില്ല. കരിയറിലെ കുത്തനെ കയറ്റത്തിന് പുറകെ എത്തിയ വീഴ്ചയിൽ നിന്നും അയാൾ മടങ്ങിയെത്തുകയാണ് പ്രധാന തട്ടകമായ കോമഡിയിലേക്ക്, തിരിച്ചുപോക്കില്ലാത്ത എന്റർടൈനറുടെ വേഷത്തിലേക്ക്. നിവിൻ പോളിക്ക് വീണ്ടും ഒരു സുസ്വാഗതം നേരുകയാണ് സർവമായയിൽ സമർപ്പിച്ച ഹൃദയപൂർവ്വം മലയാള സിനിമ. മറ്റൊരാൾക്ക് ചെയ്തു ഫലിപ്പിക്കുക സാധ്യമല്ലാത്ത റിയാക്ഷനുകളും ബിഹേവിംഗുമാണ് നിവിന്റെ വജ്രായുധം. പലപ്പോഴും മോഹൻലാലുമായുള്ള താരതമ്യപ്പെടുത്തലുകളിലേക്ക് നിവിനെ എത്തിച്ചതും അതാണ്. മോഹൻലാലിന് ശേഷം എന്ന വാക്കോട് നിവിനെ കൂട്ടിച്ചേർത്ത് മലയാളി വായിച്ചു തുടങ്ങിയതും അത്തരം സമാനതകളുടെ കണ്ടെത്തലുകളിലൂടെയാണ്. ആഘോഷമായ വിന്റേജ് മോഹൻലാൽ റിയാക്ഷനുകളോട് സാദൃശ്യമുള്ള റിയാക്ഷനുകളാണ് നിവിൻ തിരികെ കൊണ്ടുവന്ന് ട്രെൻഡ് സെറ്റർ ആക്കിയത്. പ്രേമത്തിലെ കണ്ണുപൊത്തിയുള്ള ചിരിയും ഇളിഭ്യനായുള്ള നോട്ടവും കുസൃതിയോടെയുള്ള ചുറ്റിത്തിരിയലുകളും മറ്റൊരാളിൽ സങ്കല്പിക്കാനാവില്ല. പ്രണയിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമാണ്. അത് നേരത്തിലായാലും പ്രേമത്തിലായാലും തട്ടത്തിൻ മറയത്ത് നിന്നായാലും സ്നേഹം ഉള്ളിൽ തൊടുമ്പോൾ അത് അയാളുടെ മുഖത്ത് പരന്നൊഴുകും. മൂത്തോനിൽ കണ്ണാടി നോക്കി ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും കടലിലെ മീനുകൾക്കിടയിൽ സ്വയം കണ്ടെത്തുമ്പോഴും അമീറിനരികിൽ അവന്റെ കഥ കേട്ടിരിക്കുമ്പോഴും അക്ബറിൽ ആ തിളക്കം കാണാം. പ്രണയത്തിന്റെ തീവ്രമായ ഒരു അടയാളം കൂടിയായിരുന്നു നിവിന്റെ കഥാപാത്രങ്ങൾ. ഫീമെയിൽ സെൻട്രിക് ചിത്രമായ ഓം ശാന്തി ഓശാനയിലെ ഗിരി ചില്ലറ ഫാൻ ബേസ് അല്ല അയാളുടെ മാസ് റൊമാൻറ്റിക് പരിവേഷത്തിന് നൽകിയത്. റിയലിസ്റ്റിക് ആയ സാധാരണക്കാരന് അടുത്തറിയാവുന്ന പയ്യൻ കഥാപാത്രങ്ങളിലേക്ക് നിവിൻ എളുപ്പം കടന്നു വന്നത് അയാളുടെ പ്ലസ് ആയി. വടക്കൻ സെൽഫിയിലെ ഉമേഷ് തൊഴിൽ രഹിതരായ കൺഫ്യൂസ്ഡ് ആയ ഒരു യുവതയുടെ പ്രതിഫലനം കൂടെയായിരുന്നു. കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് 6 പാക്ക് എന്ന ഹൈലി റിയലിസ്റ്റിക് ആയ ചോദ്യവും സ്ക്രൂ എന്താണപ്പാ എന്ന ആശ്ചര്യവും അതേസമയം പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ എന്ന സിനിമാറ്റിക് ഡയലോഗും വിനോദിലൂടെ നിവിൻ പോളി ആദ്യ ഷോ കൊണ്ട് തന്നെ ഒരു സെൻസേഷണൽ സ്റ്റാർ ആക്കി. അയാളുടെ ആദ്യ സോളോ ഹിറ്റ്. ദുൽഖർ സൽമാന്റെ ഉസ്താദ് ഹോട്ടലിനൊപ്പം തിയേറ്ററിലെത്തിയ പക്ക റൊമാൻറ്റിക് ഡ്രാമ ഉത്സവം പോലെ തിയേറ്ററുകളിൽ നിറഞ്ഞാടി. പിറകെ അൽഫോൻസിന്റെ സംവിധാനത്തിൽ നസ്രിയ നായികയായ നെഞ്ചോട് ചേർത്തുന്ന ആൽബവും നേരം എന്ന ഹിറ്റ് പടവും. 2014 ക്രിക്കറ്റ് മോഹിയായ രമേശനിലൂടെ ബെസ്റ്റ് ആക്ടർ അവാർഡും. അതേ വർഷം പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാനയും ബാംഗ്ലൂർ ഡേയ്സിനും ഒന്നിനു പുറകെ ഒന്നായി നിവിന്റെ താരമൂല്യത്തിന് കരുത്തേകി. ആ സ്റ്റാർഡത്തിന്റെ മൂർധന്യത്തിലാണ് പ്രേമത്തിന്റെ വാഴ്ച. തൊട്ടടുത്ത വർഷം മുഴുവൻ പുതുമുഖങ്ങളുമായി എത്തിയ ആനന്ദത്തിൽ നിവിനെ കാത്തിരുന്നത് ഒരു കുഞ്ഞു വേഷമായിരുന്നു. രതിവിലാസം എന്ന സോങ്ങിനൊപ്പം നിവിന് നൽകിയ ഇൻട്രോയിൽ തിയേറ്ററുകൾക്കകത്തുണ്ടായ ആർപ്പുവിളികളും ആവേശ കാഴ്ചകളും മറന്നിരിക്കാനിടയില്ല. വേഷത്തിന്റെ വലിപ്പത്തിനപ്പുറം കഥാപാത്രങ്ങളുടെ ഇമ്പാക്ട് ഉയർത്താനുള്ള പൊട്ടൻഷ്യൽ ആയിരുന്നു നിവിൻ പോളിയുടെ കരുത്ത്. ദുൽഖറും ഉണ്ണിമുകുന്ദനും പ്രധാന വേഷമിട്ട വിക്രമാദിത്യയിലെ ലോകേഷിൽ തുടങ്ങി ട്രാഫിക്കിലെ ഏറ്റവും ഒടുക്കം സ്പീഡ് പേടിയുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ മാസ് ഇമ്പാക്ട് നൽകിയ ട്രാഫിക്കിലെ വേഷം വരെ നിവിൻ പോളിക്ക് കൈയടക്കമുള്ള കഥാപാത്രങ്ങളാണ്. അതിനിടെ ഡാതടിയിലെ വില്ലൻ രാഹുലും 5 സുന്ദരികളിലെ കള്ളൻ ജിനുവും. എന്റർടൈനർ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും എത്തി. പക്ഷേ സാവകാശം അയാൾ തന്റെ കളം മാറ്റി പരീക്ഷിച്ചു തുടങ്ങി. അതിന്റെ ഭാഗമായിരിക്കണം ആസ്പെർജർ സിൻഡ്രോം ഉള്ള ജൂഡും സ്വാമി അപൂർണാനന്ദയും മട്ടാഞ്ചേരി മൊയ്തുവും എല്ലാം എത്തിയത്. പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ എന്ന് കേരളത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച തുറമുഖത്തിലെ മൊയ്തു തീരെ അണ്ടർ റേറ്റഡ് ആയി പോയ കഥാപാത്രമാണ്. കാണാം സാറ് ചെയ്ത്താനാണെങ്കിൽ നുമ്മ ഇബിലീസ് എന്നൊരു ബീഡിക്കുറ്റി ചുണ്ടിലമർത്തി കണ്ണിൽ ചുവപ്പ് കത്തിച്ച് വീര്യത്തോടെ പറഞ്ഞ് നിവിൻ പുഞ്ചിരിച്ച് കടന്നുപോകും. പക്ഷെ എന്റർടൈനർ വേഷങ്ങളിൽ നിന്നുള്ള മാറ്റം നല്ല കഥാപാത്രങ്ങളെ തന്നതല്ലാതെ നിവിന്റെ കരിയർ രക്ഷപ്പെടുത്തിയില്ല. തമാശ തന്നെ ചെയ്തിരുന്നാൽ ആക്ടർ എന്ന നിലയിൽ വളരാനാവില്ല എന്ന് ഉപദേശിച്ചവർ തന്നെ തന്റെ തമാശകൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ ഇരട്ടത്താപ്പ് അടുത്തിടെ നിവിൻ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ സർവമായ തിരികെ അയാളുടെ ടേസ്റ്റിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. അഖിൽ സത്യനൊപ്പം ഹൊറർ കോമഡി സിനിമ എന്നതിനപ്പുറം എക്സൈറ്റ് ചെയ്യിക്കുന്നത് നിവിൻ അജു കോംബോ ഇൻ കോമഡിയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല ഈ മടക്കം. ഹിറ്റ് മേക്കർ ഗിരീഷ് ഏടിക്കൊപ്പം ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ്, ബി ഉണ്ണികൃഷ്ണൻ ചിത്രം, തമിഴിൽ ഒരുങ്ങുന്ന 7 കടൽ 7 മലൈ, നയൻതാരയ്ക്കൊപ്പം ഡിയർ സ്റ്റുഡന്റ്, ബേബി ഗേൾ,
അനുരാജ് മനോഹർ ചിത്രം ശേഖരവർമ്മ രാജാവ്, സൂപ്പർ ഹീറോ ചിത്രം മൾട്ടിവേഴ്സ് മന്മഥൻ, തമർ ഒരുക്കുന്ന ഡോൾബി ദിനേശൻ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ പൊരുതാൻ തുടങ്ങി പരാജിതൻ ഇനി ആവുകില്ല ഒരിക്കലും എന്ന പാട്ട് ഓർമ്മിപ്പിച്ചാണ് ഹൈ കരിസ്മയിൽ നിവിൻ മടങ്ങിയെത്തുന്നത്. അടിമുടി മാറിയൊരു അവതരണം. ബോഡി ട്രാൻസ്ഫോർമേഷനിൽ തുടങ്ങി ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിൽ പോലും മാറ്റത്തിന്റെ നെഞ്ചിൽ എരിഞ്ഞു തുടങ്ങുന്ന കനലിന്റെ ചൂടുണ്ട്. വീണ്ടും ഒരു നിവിൻ കാലം മലയാള സിനിമയിൽ അടയാളപ്പെടുത്താനാകുമോ ആ വരവെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. ശേഷം കഥ സ്ക്രീനിൽ.